എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പലഹാരമാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 കപ്പ് അവലിട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്ന അവലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ള അവല കിട്ടണമെന്ന് വെച്ചാൽ അതായാലും എടുത്താൽ മതി. ഇനി കുറച്ച് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വറവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാനിൽ തന്നെ വെക്കരുത് കേട്ടോ. പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ അവലൊന്നും കൂടെ ഒന്ന് ചൂടാവാനായിട്ട് തുടങ്ങും ആ പാനിൻ്റെ ചൂട് കൊണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് ചൂട് പോകാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പൗഡർ പോലെയൊന്നും പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ചെറിയൊരു തരിയോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ ഇതേപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പീനട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ നിലക്കടല കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ നിങ്ങൾക്ക് റോസ്റ്റഡ് അല്ലാത്ത പീനട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ പൊടിഞ്ഞ് പൗഡർ പോലെ ഒന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം, ചെറിയ പീസൊക്കെ ആയിട്ടുണ്ടാവില്ലേ, അതുപോലെ വേണം കിട്ടാനായിട്ട്. എന്നാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 400 ഗ്രാം ശർക്കര വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നു. അതുപോലെ തന്നെ ശർക്കര എല്ലാം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ശർക്കരയിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എടുക്കുന്നതിലേക്ക് മുൻപായിട്ടൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിനി മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി നാളികേരപ്പാൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് നാളികേരം ചിരകിയതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതിൽ നിന്ന് പാലെടുത്തിട്ട് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അതിനുശേഷം പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിത് ഏത് ട്രേയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഗ്ലാസ് ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്ലാസ് ട്രേ തന്നെ എടുക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റോ ബൗളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലൊക്കെ ആയാലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പലഹാരം റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള അവിലില്ലേ, ആ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരം ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. കണ്ടോ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ പാലിൽ തന്നെ അവലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുക്കായിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെ തിക്കായിട്ട് വന്നു. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്കത് വേഗം ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങുക. നമുക്കറിയാമല്ലോ നമ്മൾ ഹൽവയും കിണ്ണത്തപ്പൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെയല്ലേ ചെയ്തെടുക്കാറ്. അപ്പോൾ കുറേശ്ശെയായിട്ട് നെയ്യ് ഇതേപോലെ ഇടയ്ക്കിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പീനട്ടില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. കണ്ടിങ്ങനെ തിക്കായിട്ടൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിത് നാളികേരപ്പാലിലൊക്കെ ചെയ്തെടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ പീനട്ടൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെ തിക്കായിട്ട് വരുന്ന സമയമാകുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ കിണ്ണത്തപ്പം ഹൽവയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന പോലെ ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് നാളികേരപ്പാലിലാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ ഇങ്ങനെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയും ഒരുപാട് നമ്മളങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ആ ബൗളില്ലേ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഇത് മാറ്റി കൊടുക്കാം. കണ്ടോ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 അവർ ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ ചൂട് പോയിട്ട് തണുത്ത് വരുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ 1 മണിക്കൂറൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ബൗളിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ബാക്കി വന്നത് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു നാടൻ 4 മണി പലഹാരമാണ്. അത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.